Good morning. Today we are going to discuss about fracture of polymers. Actually, the fracture strength of the polymeric materials are low relative to those of the metals and ceramics. ഇന്ന് നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനെ ബ്രീഫ് ചെയ്ത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ പോയിന്റ്, ദ ഫ്രാക്ചർ സ്ട്രെങ്ത് ഓഫ് പോളിമറിക് materials are low relative to those of the metals and ceramics. That is, fracture strength of polymeric materials are low compared to the metals and ceramics. Relative to those of metals and ceramics. Second point, the mode of fracture in the thermosetting polymers. നമുക്കറിയാം തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ഹെവിലി ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആണുള്ളത്. സ്വാഭാവികമായും ദ മോഡ് ഓഫ് ഫ്രാക്ചർ എങ്ങനെയായിരിക്കും? ദറ്റ് ഈസ് ബ്രിറ്റിൽ നേച്ചർ. ദറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്, മോഡ് ഓഫ് ഫ്രാക്ചർ ഓഫ് തെർമോസെറ്റിക് പോളിമേഴ്സ്. Thermosetting polymers is brittle. Third point, during the fracture process, ഫ്രാക്ചർ അതായത് ഒരു പ്ലാസ്റ്റിക്സ് പൊട്ടിപ്പോകുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് പല പല റീജിയൻസിൽ ക്രാക്സ് സംഭവിക്കുന്നു. ക്രാക്സ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് ദി ലോക്കലൈസ്ഡ് സ്ട്രെസ് that is concentrated on that particular area. Okay, that is, during the fracture process, cracks form at regions where there is a localized stress concentration. Metals പോലെ തന്നെ the stress is amplified at the tip of these cracks, leading to the cracks propagation and then fracture. അതായത് ആദ്യം തന്നെ ക്രാക്സ് ഇനീഷ്യലൈസേഷൻ ഉണ്ട്, അതായത് ക്രാക്ക് പൊട്ടി തുടങ്ങുന്നു, പിന്നെ ക്രാക്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, പുറകെ അത് ബ്രേക്ക് ആവുന്നു. ദാറ്റ് ഈസ് ദ ഫ്രാക്ചർ. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദ കോവാലന്റ് ബോണ്ട്സ് ഇൻ ദ നെറ്റ്വർക്ക് ഓർ ദി ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചർ ഓഫ് ദി പോളിമേഴ്സ് ആർ സിവിയർ ഡ്യൂറിങ് ദി ഫ്രാക്ചർ. In the case of the thermosetting plastics, both the ductile nature and brittle nature both are possible, and many of the materials are capable of experiencing ductile to brittle transition. പോളിമേഴ്സിനനുസരിച്ച് ചിലപ്പോൾ അതിന് പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി ആയിരിക്കാം, ചിലപ്പോൾ അതിന് ബ്രിറ്റിൽ നേച്ചർ ആവാം. And some of the factors that affect the fracture, that are reduction in temperature, increase in the strain rate, and the presence of the some notches, and the thickness of the sample. സപ്പോസ് നമ്മൾ പോളിമേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ആയിട്ട് കുറച്ച് മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫ്രാക്ചറിൻ്റെ നേച്ചറിന് വ്യത്യാസം ഉണ്ടാകും.
ജസ്റ്റ് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രീഫ് ചെയ്തായിരുന്നു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞത്. ഇവിടെ ഇത്രയും പോർഷൻ ഇലാസ്റ്റിക് ഇൻ നേച്ചറും ഇത്രയും പോർഷൻ പോളിമേഴ്സ് ആയിരിക്കും, പോളിമറിക് ഇൻ നേച്ചർ. അതായത് ഈ ഭാഗത്ത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് വെൻ ദി ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് സപ്പോസ് ഇതൊരു റബ്ബർ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, അത് സ്ട്രെച്ച് ചെയ്യുന്നു, ഫോഴ്സ് കൊടുത്തതിന് ശേഷം റിമൂവ് ചെയ്ത ശേഷം അത് അതിൻ്റെ എക്സാക്റ്റ് പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. Okay, that is the elastic deformation. And then next category is the plastic deformation. That is the material does not return its original shape when the force is removed. Suppose ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ it does not return to its original shape. That is the plastic deformation. It is a plastic deformation, that is the permanent deformation. Okay, now we are going to understand one more graph, that is stress strain graph. അതായത് ഓരോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഗ്രാഫാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓരോ ടെമ്പറേച്ചർ കൂടുമ്പോഴും അല്ലെങ്കിൽ കുറയുമ്പോഴും അതിൻ്റെ ആ ഒരു പോളിമറിൻ്റെ നേച്ചർ കംപ്ലീറ്റ് വ്യത്യാസപ്പെടുന്നുണ്ട്. സപ്പോസ് ഒരു പോളിമർ ഒരു കേസ് സ്റ്റഡി നമ്മൾ എടുക്കുവാണ്, PMMA എന്ന് പറഞ്ഞ മോളിക്യൂൾ, ദാറ്റ് ഈസ് PMMA എന്ന് പറഞ്ഞത് പോളി മീഥൈൽ മെത്ത അക്രിലേറ്റ്. ഓക്കെ, ഈ ഒരു പോളിമർ ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ, സപ്പോസ് ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ ഇറ്റ് ഈസ് ടോട്ടലി ബ്രിറ്റിൽ ഇൻ നേച്ചർ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. ബട്ട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരുന്നാൽ, സപ്പോസ് അതൊരു 60 ഡിഗ്രി സെൽഷ്യസിൽ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് എക്സ്ട്രീംലി ഡക്റ്റൈൽ ഇൻ നേച്ചർ. ഓക്കെ, that is some types of the glassy thermoplastics, they are brittle below certain glass transition temperature. However, as the temperature rises, they become ductile in nature. Okay, and one phenomena that frequently precedes the fracture in some thermoplastic polymers is crazing. Okay, just a minute. One phenomena that is frequently precedes the fracture, that is in the case of the thermosetting plastics, that is crazing. നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇത് ജസ്റ്റ് ഒരു പോളിമറാണ്, അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നോട്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ക്രേസിങ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കുറച്ച് ചെറിയ ഓക്കെ ജസ്റ്റ് ഒന്ന് അതൊരു മുറിക്കുന്ന ഒരു ഇതിൽ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ജസ്റ്റ് ഒരു ക്രാച്ചസ് അല്ലെങ്കിൽ ഒരു ക്രാക്ക് വീഴുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് മുറിക്കുവാണെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ തീരെ കട്ടി കുറഞ്ഞതായതുകൊണ്ടാണ് അത് കാണാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത്. ഇതിൻ്റെ ഇമേജസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ വൺ ഫിനോമിന ദാറ്റ് ഈസ് ക്രേസിങ്. ഓക്കെ, that is associated with craze. There are regions of the very localized plastic deformation of small and interconnected micro voids. അത് ഞാനൊന്നുകൂടി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഇതാണ് ഒരു പ്ലാസ്റ്റിക് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുറച്ച് വോയിഡ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ പുറകെ പോകുന്തോറും അതിൻ്റെ വോയിഡ്സ്
കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ ഇടയ്ക്കുള്ള റീജിയനെ നമുക്ക് ഫൈബ്രില്ലർ ബ്രിഡ്ജസ് എന്ന് പറയാം. ഫൈബ്രില്ലർ ബ്രിഡ്ജസ്, ഇതിനെയൊക്കെ നമുക്ക് മൈക്രോ വോയിഡ്സ് എന്ന് പറയാം. മൈക്രോ വോയിഡ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്രേസിംഗ് ഫിനോമിന എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ക്രേസസ് ദർ ആർ ദ റീജിയൻസ് ഓഫ് ദി very localized plastic deformations. It consists of small and interconnected micro voids. ചെറിയ ചെറിയ ഹോൾസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ദീസ് ഫൈബ്രില്ലർ ബ്രിഡ്ജസ് ദേ ഫോം ബിറ്റ്വീൻ ദി മൈക്രോ വോയിഡ്സ്. ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ രണ്ട് മൈക്രോ വോയിഡ്സിനെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്, ദാറ്റ് ഈസ് ദ ഫൈബ്രില്ലർ ബ്രിഡ്ജസ്. Okay, that is formed between these micro voids wherein the molecular chains becomes oriented. നമുക്ക് ഇതിനെ തന്നെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സപ്പോസ് ഇതിനകത്തുള്ള ചെയിൻസ്. ഓക്കെ, അടുത്ത ഭാഗത്ത് ചെയിൻസ്. സപ്പോസ് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്തുള്ള ചെയിൻസ് എല്ലാം ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഇവിടെയുള്ള ഓറിയൻറ്റേഷൻ ആയിരിക്കണം എന്നില്ല ഇവിടെയുള്ളത്. ഓക്കെ, സോ ദ ചെയിൻസ് ആർ ഡിഫറെൻ്റ്ലി ഓറിയൻറ്റഡ്. സോ ഇറ്റ് ഹാസ് ദ ടെൻഡൻസി ടു ബ്രേക്ക് ദി കോവാലൻറ്റ് ബോണ്ട്സ്. If the applied tensile load, that is if the applied load is sufficient, then what happened? The bridges elongate. These bridges elongate and then break. എങ്ങനെയാണ് ഇത് ബ്രേക്ക് ആവുന്നത്? ഈ മൈക്രോ വോയിഡ്സ് എല്ലാം കമ്പൈൻ ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ നിന്ന് വരയ്ക്കാം. ഇവിടെയുള്ള മൈക്രോ വോയിഡ്സ് എല്ലാം കമ്പൈൻ ചെയ്തു. വീണ്ടും ഇവിടെ പുറകെ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കൊന്ന് ഒരു പ്ലാസ്റ്റിക്കിന് നമുക്ക് കീറാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് മൈക്രോ വോയിഡ്സ് ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ദാറ്റ് ഈസ് കോസിങ് ദ മൈക്രോ വോയിഡ്സ് ടു ഗ്രോ ആൻഡ് കമ്പൈൻ. ആസ് എ റിസൾട്ട് ദ ക്രാക്സ് ബിഗിൻ ടു ഫോം. ഇവിടെ എന്ത് സംഭവിച്ചു? ക്രാക്സ് ഫോം ചെയ്തു. ഓക്കെ, actually this crack and crease, they are the different concepts. Furthermore, this process of the crease, that is the crease growth prior to the cracking, it absorbs a fraction of energy. ശേഷം എന്ത് സംഭവിക്കുന്നു? This fracture begins to grow, or it effectively increases the fracture. ചില ഗ്ലാസി നേച്ചറുള്ള പോളിമേഴ്സ് ആണെങ്കിൽ ദിസ് ക്രാക്സ് പ്രൊപ്പഗേറ്റ് വിത്ത് ലിറ്റിൽ ക്രേസ് ഫോർമേഷൻ. ചെറിയ രീതിയിലുള്ള ക്രേസസേ ഫോം ചെയ്യുന്നുള്ളൂ. റിസൾട്ടിങ് ഇറ്റ് ഹാസ് ദി ലോ ഫ്രാക്ചർ. നമുക്ക് ഈ ഫ്രാക്ചറിനെ ഒന്ന് അനലൈസ് ചെയ്യാം. Actually, this analysis of fracture, that is one more study in physics, that is fractography. That is the field of the science. It undergoes the analysis of the fracture. Actually, എന്താണ് ഈ fracture എന്ന് പറഞ്ഞത്? It is the separation of a solid into two or more parts under the application of load or stress. That is called fracture. There are two types of the fracture. That is one kind is ductile fracture. Second one is brittle fracture. Okay. Ductile fracture that is accomplished by significant plastic deformation, that is connected with the
plastic deformation. And in the case of the brittle fracture, it undergoes little or no plastic deformation. And also there occurs catastrophic changes. And actually the process of the fracture, it basically involves crack initiation and then crack propagation. These two depends on the nature of the material and also the amount of the stress. Applied. ഇപ്പോൾ നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ വെരി ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. സപ്പോസ് ഒരു റബ്ബർ ബാൻഡൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ, സപ്പോസ് ഒരു നേരത്തെ എടുത്ത റബ്ബർ ബാൻഡ് തന്നെ, ഈ ഒരു റബ്ബർ ബാൻഡ് വെരി ഡക്റ്റൈൽ, നമ്മളതിനെ ഇലോങ്ങേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് സ്കെമാറ്റിക്കായിട്ട് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. വെരി ഡക്റ്റൈൽ പോളിമേഴ്സിൻ്റെ കേസിൽ ഇതിൻ്റെ ബോൺസ് എല്ലാം സ്ട്രെച്ച് ചെയ്ത് ഏതാണ്ട് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു മോഡറേറ്റീവ്ലി ഡക്റ്റൈലാണെങ്കിലോ, മോഡറേറ്റീവ്ലി ഡക്റ്റൈൽ ഇൻ നേച്ചർ ആണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് നേരത്തെ കട്ട് ചെയ്ത് കാണിച്ചിരുന്നില്ല. സ്വാഭാവികമായും ഇവിടെ നമുക്ക് ചെറിയൊരു ഈ രീതിയിലായിരിക്കും നമുക്കത് വരയ്ക്കാൻ സാധിക്കുന്നത്. ഇനി ബ്രിറ്റിൽ നേച്ചർ ആണെങ്കിലോ, അതായത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിതിന് മറ്റൊരു രീതിയിൽ ഇത് പറയാം. ഇപ്പോൾ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ they give a warning before the fracture. In the case of the brittle, there is no warning. അതായത് ഒരു ഡിഫോർമേഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ദി polymers, there is crack initiation and crack propagation. It is in the catastrophic manner. Okay, ഇനി നമുക്ക് ഈ ഒരു ബ്രിറ്റിലായിട്ടുള്ള ക്രാക്ക്, അത് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രിറ്റിലായിട്ടുള്ള ക്രാക്ക് ആണോ അല്ലെങ്കിൽ അത് മോഡറേറ്റീവ് ആണോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ ആ ഒരു പൊട്ടിപ്പോയ ആ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ബ്രിറ്റിൽ ക്രാക്ക് ആണെങ്കിൽ സ്വാഭാവികമായും ആ ഒരു ഭാഗം ഒരു പോളിഷ്ഡ് സർഫസ് ആയിരിക്കും. കംപ്ലീറ്റ് പോളിഷ്ഡ് സർഫസ് ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഒരു ചെറിയൊരു പോർഷനെങ്കിലും പോളിഷ്ഡ് സർഫസ് ഉണ്ടാകും. So that is this brittle fracture involves the rupture of the intermolecular bonds. നമുക്കതിൻ്റെ ബോൺസ് വെച്ചൊന്ന് ഡ്രോ ചെയ്യാം. ഇത് ഓരോ ആറ്റംസ് കോവാലന്റ് ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെയാണ് ക്രാക്ക് സംഭവിക്കുന്നത്. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു പോർഷന് ക്രാക്ക് എന്ന് പറയാം. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻ്റർ അറ്റോമിക് ബോണ്ട്സ് ആണ്. ഇൻ്റർ അറ്റോമിക് ബോണ്ട്സ്, ആറ്റംസ്.
Okay. There is actually a brittle crack often starts at a pre-existing defect such as voids. Okay, it has the high stress concentration. I already told you this brittle fracture involves the rupture of the interatomic bonds. It is very fast and shows no visible sign of the damage. And this brittle fracture can normally be identified by the smoothness of the failed surface. അതായത് പൊട്ടിപ്പോയ ഭാഗത്തുള്ള സ്മൂത്ത്നെസ് വഴി നമുക്കത് ബ്രിറ്റിൽ ഫ്രാക്ചർ ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഫ്രാക്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിനെ മറ്റൊരു വിധത്തിൽ പറയാം. സപ്പോസ് ഒരു അബ്രപ്റ്റ് ചേഞ്ച് ആണെങ്കിൽ, അബ്രപ്റ്റ് ചേഞ്ച് സപ്പോസ് ഞാനിവിടെ കാണിക്കുന്നത് ഫീൽഡ് ലൈൻസ് ആണ്. ഫീൽഡ് ലൈൻസ് മീൻസ് സ്ട്രെസ് ഫീൽഡ് ലൈൻസ്. ഇത് പെട്ടെന്ന് സഡൻ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇത് സഡൻ ആയിട്ടുള്ള ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രെസ് ലൈൻസ്, അല്ലെങ്കിൽ അതിനെ ഫ്ലോ ലൈൻസ് എന്ന് പറയാം. ദിസ് ഫ്ലോ ലൈൻസ് crowded together causing the high stress concentration. അപ്പോൾ അതേപോലെ തന്നെ ചിലതിന് സ്മൂത്ത് ചേഞ്ചസ് ഉണ്ടാകാം. അതായത് പെട്ടെന്നൊരു ബ്രേക്ക്, അതായത് പോളിഷ്ഡ് സർഫസ് ആയിരിക്കില്ല ചിലപ്പോൾ അതിൻ്റെ ബ്രേക്ക് ചെയ്ത ഭാഗത്ത്, ചിലപ്പോൾ പകുതി പോളിഷ്ഡ് സർഫസും പകുതി നമുക്ക് കുറച്ച് നല്ല ഇമേജസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് കുറച്ച് ഡിസൈനൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മെറ്റലൊക്കെ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോളിമേഴ്സാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ സ്മൂത്ത് സർഫസിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ ആയിട്ട് ഡിസൈനുള്ള, ചിലപ്പോൾ വി ഷേപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഫെദർ ലൈക്ക് ഷേപ്പ് ആയിരിക്കാം. അതിന് പല ഷേപ്പ് വെച്ച് ചിലപ്പോൾ രണ്ടിൻ്റെ മിക്സ് ആയിരിക്കാം. അതിനൊക്കെയാണ് സ്മൂത്ത് ചേഞ്ച് എന്ന് പറയുന്നത്. അബ്രപ്റ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് സ്മൂത്ത് സർഫസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അതാണ് ഞാനിവിടെ പെട്ടെന്നുള്ള ഒരു ബ്രേക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്മൂത്ത് ചേഞ്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ബ്രേക്ക് ആയിരിക്കില്ല. ഇവിടെ ഒരു ചെറിയൊരു ഫ്ലോ പോലെ കാണിക്കും. അതായത് ഇവിടെ സ്ട്രെസ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്കൊന്ന് പറയാം. സോ ഹിയർ ദ ഫ്ലോ ലൈൻസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് causing lower stress concentration in the transition zone. ആക്ച്വലി ഈ അബ്രപ്റ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. they are not evenly distributed and to cause the high stress concentration. Okay, സപ്പോസ് നമ്മളതിനെ ഒരു ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുവാനാണെങ്കിൽ ഈ ഭാഗത്താണ് നമുക്കവിടെ വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രെസ് ലൈൻസ് ഇവിടെ കുറച്ച് ക്രൗഡഡ് ആയിരിക്കും, ഇവിടെ സ്ട്രെസ് കൂടുതലായിരിക്കും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് വോയിഡ്സ് ആണ്. ഇവിടെ എല്ലാം സ്ട്രെസ് കൂടുതലായിട്ട്, ഈ ഭാഗത്തൊക്കെ സ്ട്രെസ് കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ഫോഴ്സ് ഈ ഭാഗത്തേക്ക് കൊടുക്കാം, ഒരു ഫോഴ്സ് ഈ ഭാഗത്തേക്ക്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കൂടി ബ്രിറ്റിൽ ഫ്രാക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഫാറ്റിക് എന്ന് പറയും. ഫാറ്റിക് ബ്രിറ്റിൽ ഫ്രാക്ചർ. ഫാറ്റിക് ബ്രിറ്റിൽ ഫ്രാക്ചർ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ബ്രിറ്റിൽ ഫ്രാക്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദി ബെഞ്ച് മാർക്ക് ഓർ സ്ട്രയേഷൻസ്. അത് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബെഞ്ച് മാർക്ക്, അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സപ്പോസ് ഇത് ഇത്രയും സ്മൂത്ത് സർഫസ് ആണെന്ന് വിചാരിക്കുക, സ്മൂത്ത് സർഫസ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നടന്നിട്ടുള്ളത് റാപ്പിഡ് ഫ്രാക്ചർ ഏരിയ.
അതിനെ നമുക്ക് റാപ്പിഡ് ഫ്രാക്ചർ ഏരിയ എന്ന് പറയാം. ഇവിടെ കുറച്ച് ഡിസൈൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ വി ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫെദർ ലൈക്ക് ആയിരിക്കാം. ഇതിനെ നമുക്ക് ബെഞ്ച് മാർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രയേഷൻസ്. They are the lines that is radiated outward from the point of initiation of the failure. Okay, it is pointing outward. And some of the features of the brittle fracture is something that is flat and shining surface. Next is chevron pattern. അതിന് നമുക്ക് ഒരു വി ലൈക്ക് പാറ്റേൺ അല്ലെങ്കിൽ വി ഷേപ്ഡ് പാറ്റേൺസ് ആയിരിക്കും. അതായത് സപ്പോസ് നമ്മളൊരു പോളിമർ ബ്രേക്ക് ചെയ്യുവാണ്, ഇത് ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കിംഗ് സംഭവിച്ചതിൻ്റെ ഒറിജിൻ. ഓക്കെ, ഫോഴ്സ് ഡയറക്ഷൻ കൊടുക്കുന്നു, അതായത് ഫ്രാക്ചർ ഡയറക്ഷൻ ഇവിടെ എഴുതാം, ഫ്രാക്ചർ ഡയറക്ഷൻ. ഇവിടെ നമുക്ക് ഒരു ഫ്രാക്ചർ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വി ഷേപ്പ് നമുക്ക് ചിലപ്പോൾ നല്ല കട്ടി കൂടിയ പോളിമറൊക്കെ ആണെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല ഇമേജസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലേ അത് മനസ്സിലാക്കുകയുള്ളൂ. ഇതിനെയാണ് ചെവ്രോൺ മാർക്സ് എന്ന് പറയുന്നത്, ചെവ്രോൺ മാർക്സ് അല്ലെങ്കിൽ ചെവ്രോൺസ് പാറ്റേൺസ്, വി ഷേപ്ഡ്. നെക്സ്റ്റ് വൺ ഈസ് ഹാക്ടേഴ്സ്. ഹാക്ടേഴ്സ് മീൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫെദർ ലൈക്ക് പാറ്റേൺസ് ആണ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഫെദർ ലൈക്ക് പാറ്റേൺസ്. മറ്റൊരു വിധത്തിൽ മറ്റ് രണ്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ റിവർ ലൈക്ക് പാറ്റേൺസ് ഉണ്ട്. റിവർ ഓർ ബെഞ്ച് മാർക്ക്. It has the river like patterns and striations. Okay, നേരത്തെ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെക്കാനിസം ഓഫ് ഡക്റ്റൈൽ ഫ്രാക്ചർ. മെക്കാനിസം ഓഫ് ഡക്റ്റൈൽ ഫ്രാക്ചർ. സപ്പോസ് ഒരു പോളിമറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്താണ് നമുക്ക് അതിൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ചർ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ ഏരിയനെ മാത്രമാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്തെ ഏരിയയിൽ എന്ത് സംഭവിച്ചു നോക്കാം. അതിനെ ഞാൻ തന്നെ ഒരു റൗണ്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നു. ഈ ഭാഗത്തെ ഏരിയയിൽ എന്ത് സംഭവിച്ചു, ഇത്രയും ഭാഗമാണ് ഞാൻ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് വോയിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് വോയിഡ് ന്യൂക്ലിയേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സ് കൊടുക്കും തോറും എന്ത് സംഭവിക്കുന്നു, ഈ വോയിഡ്സ് എല്ലാം കമ്പൈൻ ചെയ്യുന്നു. അതിനെ നമുക്ക് വോയിഡ്സ് കമ്പൈൻ ചെയ്തു, വോയിഡ് കോൾസൻസ്. ഓക്കെ, വീണ്ടും ഫോഴ്സ് കൂട്ടുമ്പോൾ സംഭവിക്കുന്നു, വോയിഡ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഇനി അടുത്ത സ്റ്റേജ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെപ്പറേഷൻ അല്ലെങ്കിൽ ഫ്രാക്ചർ, കംപ്ലീറ്റ്ലി ഫ്രാക്ചർ. ഓക്കെ, അതിനെ നമുക്ക് സെപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിന് ഈ ഒരു പ്രോപ്പർട്ടി ഇതിനെ നമുക്ക് നെക്കിംഗ് എന്ന് പറയാം. നെക്കിംഗ്, മൈക്രോ വോയിഡ്സ് അല്ലെങ്കിൽ മൈക്രോ ക്രാക്സ് ഫോർമേഷൻ or crack formation and this crack propagation, then finally fracture. Okay,
അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ